PEC ട്യൂട്ടോറിയലിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ശരിയായ ക്രമം ഏതാണ്? റൗലറ്റ് ആക്ട് 1915, ദണ്ഡി മാർച്ച് 1930, സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ 1928, ഗാന്ധി ഇർവിൻ ഉടമ്പടി 1931. ഇതിൽ ശരിയായിട്ടുള്ള ക്രമം ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ആൻസർ വരുന്നത് 2, 3 ആൻഡ് 4 എന്നീ ക്രമത്തിലാണ് ശരിയായിട്ടുള്ള ക്രമം. അപ്പോൾ നമുക്ക് മറ്റ് ഓപ്ഷൻസ് ഒക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റത്തത് റൗലറ്റ് നിയമമാണല്ലേ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് റൗലറ്റ് നിയമം. എന്താണ് റൗലറ്റ് നിയമം? ബംഗാളിലെയും പഞ്ചാബിലെയും രാഷ്ട്രീയ വിപ്ലവ പ്രസ്ഥാനത്തെക്കുറിച്ച് പഠിച്ച അന്വേഷണ കമ്മീഷൻ്റെ തലവനാണ് ജസ്റ്റിസ് റൗലറ്റ്. ഓക്കെ, ആരാണ്? ജസ്റ്റിസ് റൗലറ്റ്. എവിടത്തെയാണ്? ബംഗാളിലെയും പഞ്ചാബിലെയും രാഷ്ട്രീയ വിപ്ലവ പ്രസ്ഥാനത്തെക്കുറിച്ച് പഠിച്ച അന്വേഷണ കമ്മീഷൻ്റെ തലവനാണ് ജസ്റ്റിസ് റൗലറ്റ്. എന്നായിരുന്നു 1918. അടുത്തൊരു പോയിന്റ്, ജസ്റ്റിസ് സിഡ്നി റൗലറ്റിൻ്റെ നേതൃത്വത്തിലുള്ള കമ്മീഷൻ നൽകിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയ നിയമമാണ് എന്ത് നിയമം? റൗലറ്റ് നിയമം. ഓക്കെ, റൗലറ്റ് നിയമം എന്താണ്? ജസ്റ്റിസ് സിഡ്നി റൗലറ്റിൻ്റെ നേതൃത്വത്തിലുള്ള കമ്മീഷൻ നൽകിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയ നിയമത്തിനെയാണ് റൗലറ്റ് നിയമമെന്ന് പറയുന്നത്. അടുത്തൊരു പോയിന്റ്, റൗലറ്റ് ആക്ടിൻ്റെ ഔദ്യോഗിക നാമം എന്താണ്? അനാർക്കിയൽ ആൻഡ് റവല്യൂഷണറി ക്രൈം ആക്ട്. ഓക്കെ, എന്താണ് റൗലറ്റ് ആക്ടിൻ്റെ ഔദ്യോഗിക നാമം? അനാർക്കിയൽ ആൻഡ് റവല്യൂഷണറി ക്രൈം ആക്ട് എന്നാണ് ഇതിനെ പറയുന്നത്. റൗലറ്റ് ആക്ട് പാസ്സാക്കിയ വർഷം ഇമ്പോർട്ടൻ്റ് ആണ്. 1919 ഫെബ്രുവരി മാസത്തിലാണ് റൗലറ്റ് ആക്ട് പാസ്സാക്കിയത്. റൗലറ്റ് ആക്ട് നിലവിൽ വന്നത് 1919 മാർച്ച് 10-നാണ്. 1919 ഫെബ്രുവരി മാസമാണ് ആദ്യം റൗലറ്റ് ആക്ട് പാസ്സാക്കിയതിന് ശേഷം 1919 മാർച്ച് 10-ന് റൗലറ്റ് ആക്ട് നിലവിൽ വന്നു. റൗലറ്റ് നിയമത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതും കൂടെ നമുക്കൊന്ന് പഠിച്ചു പോകാം. റൗലറ്റ് നിയമത്തിൻ്റെ പ്രത്യേകതകൾ, ഏതൊരു പൗരനെയും അറസ്റ്റ് ചെയ്ത് വിചാരണ കൂടാതെ ജയിലിലടയ്ക്കാം. ഓക്കെ, ഈ റൗലറ്റ് ആക്ട് പ്രകാരം എന്താണ്? ഏതൊരു പൗരനെയും അറസ്റ്റ് ചെയ്ത് വിചാരണ കൂടാതെ ജയിലിലടയ്ക്കാം. ഏത് സമയത്തും എവിടെയും പരിശോധന നടത്താനും തടങ്കലിൽ വയ്ക്കാനും ബ്രിട്ടീഷ് പോലീസിന് അധികാരം ലഭിച്ചു. ഏത് ആക്ട് പ്രകാരം? ഈ റൗലറ്റ് ആക്ട് പ്രകാരം. അടുത്തത്, റൗലറ്റ് നിയമത്തെ കരി നിയമം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? കരി നിയമം. ഓക്കെ, റൗലറ്റ് നിയമത്തെ കരി നിയമം എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. റൗലറ്റ് നിയമത്തെ കരി നിയമം എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജി. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായിട്ടുള്ള നിയമവും കൂടിയാണ് ഈ ഒരു റൗലറ്റ് നിയമം. ഓക്കെ, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല അല്ലേ, കാരണമായിട്ടുള്ള നിയമം ഏതാണ്? റൗലറ്റ് നിയമം. ഓക്കെ, റൗലറ്റ് നിയമമാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായത്. അപ്പം ഇനി പറഞ്ഞിട്ടല്ലോ, ബംഗാളിലെയും പഞ്ചാബിലെയും രാഷ്ട്രീയ വിപ്ലവ പ്രസ്ഥാനത്തെക്കുറിച്ച് പഠിച്ച അന്വേഷണ കമ്മീഷൻ്റെ തലവനാണ് ജസ്റ്റിസ് റൗലറ്റ്. ജസ്റ്റിസ് സിഡ്നി റൗലറ്റിൻ്റെ നേതൃത്വത്തിലുള്ള കമ്മീഷൻ നൽകിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള നിയമമാണ് റൗലറ്റ് നിയമം. റൗലറ്റ് ആക്ടിൻ്റെ ഔദ്യോഗിക നാമം അനാർക്കിയൽ ആൻഡ് റവല്യൂഷണറി ക്രൈം ആക്ട് എന്നാണ്. റൗലറ്റ് ആക്ട് പാസ്സാക്കിയത് 1919 ഫെബ്രുവരി മാസത്തിൽ പാസ്സാക്കി. 1919 മാർച്ച് 10-ന് എന്താണ്? റൗലറ്റ് ആക്ട് നിലവിൽ വന്നു. റൗലറ്റ് നിയമത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഏതൊരു പൗരനെയും അറസ്റ്റ് ചെയ്ത് വിചാരണ കൂടാതെ ജയിലിലടയ്ക്കാം. ഏത് സമയത്തും എവിടെയും പരിശോധന നടത്താനും തടങ്കലിൽ വയ്ക്കാനും ബ്രിട്ടീഷ് പോലീസിന് അധികാരം ലഭിച്ചു. റൗലറ്റ് നിയമത്തെ കരിനിയമം എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായിട്ടുള്ള ഒരു നിയമമാണ് റൗലറ്റ് നിയമം. അടുത്തത് ദണ്ഡി മാർച്ചാണ്. എന്താണ് ദണ്ഡി മാർച്ച് എന്ന് പറഞ്ഞാൽ? നമുക്ക് നോക്കാം. ദണ്ഡി മാർച്ചിനെ കുറിച്ചുള്ള കുറച്ച് പോയിന്റ്സ് ഒന്ന് പരിചയപ്പെട്ടു പോകാം. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഗാന്ധിജി നയിച്ച രണ്ടാമത്തെ ജനകീയ പ്രക്ഷോഭത്തിനെയാണ് സിവിൽ നിയമലംഘന പ്രസ്ഥാനം എന്ന് പറയുന്നത്. എന്താണ്? സിവിൽ നിയമലംഘന പ്രസ്ഥാനം. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഗാന്ധിജി നയിച്ച രണ്ടാമത്തെ ജനകീയ പ്രക്ഷോഭത്തിനെയാണ് സിവിൽ നിയമലംഘന പ്രസ്ഥാനം എന്ന് പറയുന്നത്. സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിച്ചത് 1930 ഉപ്പ് സത്യാഗ്രഹം. ഓക്കെ, 1930 ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിച്ചത്. അന്ന് 78 അനുയായികൾക്കൊപ്പം ഗുജറാത്തിലെ സബർമതിയിൽ നിന്ന് 385 കിലോമീറ്റർ ദൂരമുള്ള ദണ്ഡിയിലേക്ക് ഗാന്ധിജി യാത്ര തിരിച്ചത്. ഓക്കെ, എന്നായിരുന്നു ആ യാത്ര തിരിച്ചത്? 1930 മാർച്ച് 12-നായിരുന്നു. ഗാന്ധിജിയും അനുയായികളും ദണ്ഡി കടപ്പുറത്ത് എത്തിച്ചേർന്നത് 1930 ഏപ്രിൽ 5-നായിരുന്നു. ഓക്കെ, പിന്നെ ഇവിടെ ഒരു പോയിന്റ് ശ്രദ്ധിക്കേണ്ടത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, +1 SCRT ഗാന്ധിയൻ സ്റ്റഡീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതുണ്ട്. അതിൽ
ഒരു പാഠഭാഗത്ത് 1930 ഏപ്രിൽ 6 എന്നാണ് നൽകിയിരിക്കുന്നത്. ഗാന്ധിജി ഉപ്പ് നിയമം ലംഘിച്ചത് 1930 ഏപ്രിൽ 6 ഗാന്ധിജി ഉപ്പ് നിയമം ലംഘിച്ചതാണ് 1930 ഏപ്രിൽ 6. ഓക്കെ, രണ്ടും മാറിപ്പോവരുത്. ഗാന്ധിജിയും അനുയായികളും ദണ്ഡി കടപ്പുറത്ത് എത്തിച്ചേർന്നത് 1930 ഏപ്രിൽ 5 ഗാന്ധിജി ഉപ്പ് നിയമം ലംഘിച്ചത് 1930 ഏപ്രിൽ 6 അടുത്തത് സൈമൺ കമ്മീഷൻ എന്താണ്? 1919 ഭരണപരിഷ്കാരങ്ങൾ എല്ലാ പ്രായോഗിക അർത്ഥത്തിലും പരാജയപ്പെട്ടതിനാൽ കൂടുതൽ ഭരണപരിഷ്കാരങ്ങൾ ശുപാർശ ചെയ്യുന്നതിലേക്കായി ബ്രിട്ടീഷ് പാർലമെൻറ്റ് 1927 നിയമിച്ച കമ്മീഷനാണ് സർ ജോൺ സൈമൺ കമ്മീഷൻ എന്ന് പറയുന്ന കമ്മീഷൻ. ഓക്കെ, എന്താണ് സർ ജോൺ സൈമൺ കമ്മീഷൻ? സൈമൺ കമ്മീഷൻ്റെ ഔദ്യോഗിക നാമം എന്താണ്? ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ എന്നാണ്. ഓക്കെ, ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ എന്നാണ് സൈമൺ കമ്മീഷൻ്റെ ഔദ്യോഗിക നാമം. സൈമൺ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരാണ്? സർ ജോൺ സൈമൺ ആണ് സൈമൺ കമ്മീഷൻ്റെ അധ്യക്ഷൻ. സൈമൺ കമ്മീഷനിലെ ആകെ അംഗങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. എത്ര? 7 പേരാണ് സൈമൺ കമ്മീഷനിലെ ആകെ അംഗങ്ങൾ. ജോൺ സൈമണും കമ്മീഷൻ അംഗങ്ങളും മുംബൈയിലെത്തിയതെന്നാണ് 1928 ഫെബ്രുവരി 3 സൈമൺ കമ്മീഷൻ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ആരായിരുന്നു? ഇർവിൻ പ്രഭു ആയിരുന്നു സൈമൺ കമ്മീഷൻ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ഇർവിൻ പ്രഭു. സൈമൺ കമ്മീഷൻ അംഗമായിരുന്നതും പിന്നീട് ബ്രിട്ടനിൽ പ്രധാനമന്ത്രി പദവി വഹിച്ചിട്ടുള്ളതുമായിട്ടുള്ള വ്യക്തിയാണ് ക്ലമൻ്റ് ആറ്റ്ലി. ഓക്കെ, ക്ലമൻ്റ് ആറ്റ്ലി സൈമൺ കമ്മീഷനിൽ അംഗമായിരുന്നതും പിന്നീട് അദ്ദേഹം ആരായിരുന്നു? ബ്രിട്ടനിലെ പ്രധാനമന്ത്രി പദവി വഹിച്ചിട്ടുള്ള വ്യക്തിയുമായിരുന്നു ക്ലമൻ്റ് ആറ്റ്ലി. സൈമൺ കമ്മീഷൻ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് എന്ത്? വൈറ്റ് മെൻ കമ്മീഷൻ എന്നാണ് സൈമൺ കമ്മീഷൻ്റെ മറ്റൊരു പേര്. അപ്പോൾ സൈമൺ കമ്മീഷൻ്റെ മറ്റൊരു പേരെന്താണ്? വൈറ്റ് മെൻ കമ്മീഷൻ. 1919 ഭരണപരിഷ്കാരങ്ങളെല്ലാം പ്രായോഗിക അർത്ഥത്തിലും പരാജയപ്പെട്ടതിനാൽ കൂടുതൽ ഭരണപരിഷ്കാരങ്ങൾ ശുപാർശ ചെയ്യുന്നതിലേക്കായി ബ്രിട്ടീഷ് പാർലമെൻറ്റ് 1927 നിയമിച്ച കമ്മീഷനാണ് സർ ജോൺ സൈമൺ കമ്മീഷൻ. സൈമൺ കമ്മീഷൻ്റെ ഔദ്യോഗിക നാമം ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ. സൈമൺ കമ്മീഷൻ്റെ അധ്യക്ഷനാരായിരുന്നു? സർ ജോൺ സൈമൺ. അതുപോലെ സൈമൺ കമ്മീഷനിലെ ആകെ അംഗങ്ങൾ 7 ജോൺ സൈമണും കമ്മീഷൻ അംഗങ്ങളും മുംബൈയിലെത്തിയതെന്നാണ് 1928 ഫെബ്രുവരി 3 സൈമൺ കമ്മീഷൻ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ആരായിരുന്നു? ഇർവിൻ പ്രഭു ആയിരുന്നു. സൈമൺ കമ്മീഷൻ അംഗമായിരുന്നതും പിന്നീട് ബ്രിട്ടനിൽ പ്രധാനമന്ത്രി പദവി വഹിച്ചതുമായിട്ടുള്ള വ്യക്തി ആരാണ്? ക്ലമൻ്റ് ആറ്റ്ലി. സൈമൺ കമ്മീഷൻ അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ്? വൈറ്റ് മെൻ കമ്മീഷൻ എന്നാണ് അറിയപ്പെടുന്നത്. അടുത്തത് ഗാന്ധി ഇർവിൻ ഉടമ്പടിയാണ്. നിയമലംഘന പ്രസ്ഥാനത്തെ അടിച്ചമർത്തുന്നതിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് 1931 വൈസ്രോയി ഇർവിൻ പ്രഭു കോൺഗ്രസുമായി സന്ധി സംഭാഷണത്തിൽ ഏർപ്പെട്ടു. ഗാന്ധിജിയും ഇർവിൻ പ്രഭുവും ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് എന്നായിരുന്നു? 1931 മാർച്ച് 5 ഗാന്ധിജിയും ഇർവിൻ പ്രഭുവും ഉടമ്പടിയിൽ ഒപ്പുവെച്ചത്. ഗാന്ധി ഇർവിൻ ഉടമ്പടി അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് എന്ത്? ഡൽഹി ഉടമ്പടി എന്നാണ് അറിയപ്പെടുന്നത്. ഗാന്ധി ഇർവിൻ സന്ധി ഒപ്പുവയ്ക്കാൻ ബ്രിട്ടീഷ് ഗവൺമെൻറ് നിർബന്ധിതമായ സാഹചര്യം എന്തായിരുന്നു? കോൺഗ്രസിൻ്റെ സഹകരണമില്ലാതെ യാതൊരു തീരുമാനവും എടുക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ ശേഷമായിരുന്നു ഈ ഗാന്ധി ഇർവിൻ സന്ധി ഒപ്പുവയ്ക്കാൻ ബ്രിട്ടീഷ് ഗവൺമെൻറ് നിർബന്ധിതമായിട്ടുള്ള സാഹചര്യം. അപ്പം ഗാന്ധി ഇർവിൻ ഉടമ്പടി ഗാന്ധിജിയും ഇർവിൻ പ്രഭുവും ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് 1931 മാർച്ച് 5 ഗാന്ധി ഇർവിൻ ഉടമ്പടി അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഡൽഹി ഉടമ്പടി. ഗാന്ധി ഇർവിൻ സന്ധി ഒപ്പുവയ്ക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ് നിർബന്ധിതരായിട്ടുള്ള സാഹചര്യം ഏതാണ്? കോൺഗ്രസിൻ്റെ സഹകരണമില്ലാതെ യാതൊരു തീരുമാനവും എടുക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഗാന്ധി ഇർവിൻ ഉടമ്പടി ഒപ്പുവയ്ക്കാൻ വേണ്ടിയിട്ട് നിർബന്ധിതരായത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക.